മാവേലിക്കരയിൽ യുവനേതാവ് CA അരുൺകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ചൊല്ലി CPI-യിൽ വിവാദം. കോട്ടയം ജില്ലാ കൌൺസിലിന്റെ പാനലിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ കൊല്ലം ജില്ലാ കൌൺസിലിന്റെ പാനലിലും അരുണിന്റെ പേരില്ല. നാളെ ചേരുന്ന ആലപ്പുഴ ജില്ലാ കൌൺസിൽ തയ്യാറാക്കുന്ന പാനലിലും പേരില്ലെങ്കിൽ അരുൺ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത മങ്ങും. മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനായി ചേർന്ന CPI കൊല്ലം ജില്ലാ കൌൺസിൽ യോഗത്തിൽ CA അരുൺകുമാറിന്റെ പേര് വന്നതേയില്ല. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രജി ശശിധരൻ, പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം RS അനിൽ എന്നീ 3 പേരുകളാണ് ജില്ലാ കൌൺസിൽ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുക. കോട്ടയത്തെ പാനൽ അരുൺകുമാറിന്റെ പേര് ഉൾപ്പെടാതിരുന്നതോടെ കൊല്ലത്തെ പാനൽ ഉൾക്കൊള്ളിക്കാൻ സംസ്ഥാന നേതൃത്വത്തിലെ ചിലർ ഇടപെട്ടിരുന്നു. എന്നാൽ ആ ശ്രമവും വിജയിച്ചില്ല. പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രചാരണം നടന്നതാണ് CA അരുൺകുമാറിന് സീറ്റ് നൽകുന്നതിനെതിരെ CPI നീക്കം നടക്കാൻ കാരണം. അരുൺകുമാറിനെ മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആസൂത്രിത നീക്കം നടന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ സംശയം. അരുൺകുമാർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കൃഷിമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ആസൂത്രണം നടന്നതെന്നും ആക്ഷേപമുണ്ട്. ഇതേ തുടർന്നാണ് സ്പോൺസേഡ് സ്ഥാനാർത്ഥി വിമർശനത്തോടെ അരുണിന്റെ പേര് 3-അംഗ പാനലിൽ നിന്നും കോട്ടയം ജില്ലാ കൌൺസിൽ ഒഴിവാക്കിയത്. ചിറ്റയം ഗോപകുമാർ, K അജിത്, ചെങ്ങറ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് കോട്ടയത്തിന്റെ പാനലിലുള്ളത്. വേണമെങ്കിൽ 4-ാം പേരായി ഉൾപ്പെടുത്താമെന്നായിരുന്നു കോട്ടയം ജില്ലാ കൌൺസിലിന്റെ നിലപാട്. നാളെ നടക്കുന്ന ആലപ്പുഴ ജില്ലാ കൌൺസിലിന്റെ പാനൽ കൂടി വിലയിരുത്തിയാകും മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനമെടുക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.